ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വൻ മുന്നേറ്റം ബി.ജെ.പിക്ക് കേരളത്തിൽ വലിയ പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ യോഗം ചേർന്നപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൈവരിക്കേണ്ട ലക്ഷ്യമായിരുന്നു പ്രധാനമായും ചർച്ച ചെയ്തത്. രാജീവ് ചന്ദ്രശേഖറും അനിൽ ആന്റണിയും ഒഴികെ ലോക്സഭയിലേക്ക് മത്സരിച്ച മറ്റുള്ള എല്ലാവരും യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ പരിശോധിച്ചാൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി യു.ഡി.എഫിനെയും എൽ.ഡി.എഫിനെയും പിന്തള്ളി മുൻപിലാണ്. 9 സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തും 35,000-ലധികം വോട്ട് നേടിയ 55-ലധികം സീറ്റുകളുമുണ്ട്. ഇവിടെ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് പ്രവർത്തിക്കാനാണ് പാർട്ടിയുടെ നിലവിലെ തീരുമാനം. ഹിന്ദു സമുദായത്തിലെ എല്ലാ വിഭാഗത്തിൽ നിന്നും മികച്ച പിന്തുണ ലഭിച്ചു തുടങ്ങിയെന്നാണ് വിലയിരുത്തൽ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരത്ത് താമര കൂടുതൽ കരുത്തോടെ വേരുറപ്പിക്കുമെന്നുള്ളതാണ് ബി.ജെ.പി സംസ്ഥാന സമിതിയിൽ സമർപ്പിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജില്ലയിലെ ബി.ജെ.പിയുടെ വോട്ട് വർധനവ് ഭീഷണിയാണെന്നും നഗരസഭാ ഭരണം കൈവിടാമെന്നുള്ള CPM-ന്റെ സ്വയം വിമർശനം അതിനെ ശരിവെക്കുന്നു. ബി.ജെ.പി ശക്തി തെളിയിച്ചാൽ ആദ്യം പോകുന്നത് കോർപ്പറേഷൻ ഭരണമായിരിക്കുമെന്ന് CPM-ന് ആശങ്കയുണ്ട്. ബി.ജെ.പി സംസ്ഥാന സമിതിയിൽ നേതൃത്വം അവതരിപ്പിച്ച കണക്കനുസരിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നഗരസഭയിലെ 100 വാർഡുകളിൽ 70 വാർഡുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ഒന്നാം സ്ഥാനത്തെത്തി. 15 വാർഡുകളിൽ രണ്ടാം സ്ഥാനത്തും. നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയിൽ രണ്ടാം സ്ഥാനത്തെത്തി. 22 പഞ്ചായത്തുകളിൽ 7 എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്തുമെത്തി. 5 ഇടത്ത് രണ്ടാം സ്ഥാനത്തും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എൽ.ഡി.എഫിന്റെ കൈവശമുള്ള 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി മുന്നേറിയത്. വട്ടിയൂർക്കാവിലും നേമത്തും കഴക്കൂട്ടത്തും ബി.ജെ.പി ലീഡ് നേടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിലും ബി.ജെ.പി രണ്ടാം സ്ഥാനത്തായിരുന്നു. നേമത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന 12,041 വോട്ടിന്റെ ലീഡ് ഇത്തവണ 22,126 ഉയർന്നു. ബി.ജെ.പി ആദ്യമായി നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറന്നത് 2016-ൽ നേമത്താണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് വിജയിച്ച എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷം 3,949 വോട്ട്. കെ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ബി.ജെ.പിക്ക് തിരിച്ചടിയായി. ജാഗ്രതയോടെ പ്രവർത്തിച്ചാൽ ബി.ജെ.പിക്ക് നിയമമണ്ഡലം പിടിക്കാനാകുമെന്നാണ് നേതൃത്വം വിശ്വസിക്കുന്നത്. ബി.ജെ.പിക്ക് വേരുകളുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8,162 വോട്ടിന്റെ ലീഡുണ്ടായി. കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി രണ്ടാം സ്ഥാനത്തായിരുന്നു. കഴക്കൂട്ട് നിയമസഭാ മണ്ഡലത്തിൽ 10,842 വോട്ടാണ് ലീഡ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിയാണ് ഇവിടെ രണ്ടാം സ്ഥാനത്ത് നിന്നത്. ഇടതുകോട്ടയായ ആറ്റിങ്ങലിൽ ബി.ജെ.പിയുടെ വൻ മുന്നേറ്റം CPM-നെ ഞെട്ടിച്ചു. ഇരു മുന്നണികളും ശക്തമായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയില്ലായിരുന്നുവെങ്കിൽ തൃശൂരിന് പുറമെ ആറ്റിങ്ങലും ബി.ജെ.പി വിജയിക്കുമായിരുന്നെന്ന് കരുതുന്നവരുമുണ്ട്. CPM-ലെ അതൃപ്തി മുതലെടുത്തുകൊണ്ട് കൂടുതൽ വോട്ടുകൾ നേടാനും ബി.ജെ.പി ശ്രമിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കളെ ജൂലൈ 9-ന് തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ വിശാല നേതൃയോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയ അധ്യക്ഷൻ JP നദ്ദ യോഗത്തിൽ സംബന്ധിക്കും. അദ്ദേഹത്തിന് ദേശീയ അധ്യക്ഷ പദവി നീട്ടി നൽകുമെന്നാണ് വിവരം. JP നദ്ദ പങ്കെടുക്കുന്ന യോഗത്തിലെ പ്രധാന ചർച്ച വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളായിരിക്കും. CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നുമുള്ള വോട്ടുകൾ ഇത്തവണത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചതാണ് പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നത്. ചിട്ടയായ പ്രവർത്തനം നടത്തിയാൽ കേരളത്തിൽ ഇനിയും മുന്നേറാമെന്നാണ് നേതൃത്വം കരുതുന്നത്. വികസന രാഷ്ട്രീയമാണ് തങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നതെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അവകാശപ്പെട്ടു. ക്രൈസ്തവ സമുദായ നേതാക്കളിൽ എല്ലാവരുടെയും പിന്തുണ ലഭിച്ചില്ല എങ്കിലും തൃശൂർ, കണ്ണൂർ മണ്ഡലങ്ങളിൽ സമുദായ അംഗങ്ങൾ വോട്ട് ചെയ്തുവെന്ന് ബി.ജെ.പി നേതൃത്വം വിലയിരുത്തി. ഹിന്ദുക്കളിലെ എല്ലാ വിഭാഗത്തെയും കൂടെ നിർത്താനുള്ള പദ്ധതികളുമായി മുൻപോട്ട് പോകും. ഒപ്പം ക്രൈസ്തവ സമുദായത്തെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരും. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളും ബി.ജെ.പി പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പാലക്കാട് നിയമസഭ ഉപതെരഞ്ഞെടുപ്പിന് വലിയ ഒരുക്കം പാർട്ടി നടത്തും. പി രഘുനാഥിന് മണ്ഡലത്തിൽ ചുമതല നൽകി കഴിഞ്ഞു. വയനാട്ടിൽ MT രമേശും ചേലക്കരയിൽ KK അനീഷ് കുമാറും മേൽനോട്ടം വഹിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മികച്ച പ്രകടനം ബി.ജെ.പി കാഴ്ചവെച്ചിരുന്നു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രണ്ടാം സ്ഥാനത്തായിരുന്നു ബി.ജെ.പി. 35 സീറ്റ് ലഭിച്ചാൽ കേരളം NDA ഭരിക്കുമെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ സുരേന്ദ്രൻ പറഞ്ഞതെന്ന് വലിയ ചർച്ചയായി മാറിയിരുന്നു. അന്നത്തെ വോട്ട് കണക്കുകൾ ബി.ജെ.പിയുടെ ഈ വാദത്തിന് ബലമേകിയിരുന്നില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കാര്യങ്ങൾ മൊത്തം മാറിയിരിക്കുന്നു. ആഞ്ഞു പിടിച്ചാൽ കൂടെ പോരുന്ന മണ്ഡലങ്ങൾ ഉണ്ടെന്ന് ബി.ജെ.പിക്ക് വ്യക്തമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട് തുടങ്ങിയ മണ്ഡലങ്ങളിലെ പാർട്ടി ഗ്രാമങ്ങളിൽ സജീവമായി പ്രവർത്തിക്കാനാണ് ബി.ജെ.പി ഇപ്പോൾ പദ്ധതി തയ്യാറാക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം
നൽകാൻ പി കെ കൃഷ്ണദാസിന് ചുമതല നൽകി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇടങ്ങളിൽ നേരിട്ടിറങ്ങി പ്രവർത്തനങ്ങൾ നടത്തിയും പ്രചാരണം സജീവമാക്കിയും മുൻപോട്ടു പോകാനാണ് നിലവിലെ പാർട്ടിയുടെ തീരുമാനം. CPM കേന്ദ്രങ്ങളിൽ നിന്ന് BJP സ്ഥാനാർത്ഥികൾ വോട്ട് പിടിച്ചതാണ് BJPക്ക് പ്രതീക്ഷ ഇരട്ടിയാക്കുന്നത്. സർക്കാരിനെതിരായ വികാരം പരമാവധി മുതലെടുക്കാനുള്ള ശ്രമങ്ങളും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. തലശ്ശേരി മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ മുതിർന്ന നേതാവായി പി കെ കൃഷ്ണദാസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വോട്ടുള്ള പഞ്ചായത്തിൽ തുടർച്ചയായി പൊതുപരിപാടികൾ സംഘടിപ്പിച്ച് സംസ്ഥാന നേതാക്കളുടെ നിറസാന്നിധ്യം ഉറപ്പാക്കാനാണ് തീരുമാനം. എന്നാൽ BJPയെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ CPM ആവിഷ്കരിക്കുമെന്ന് കരുതുന്നു. UDFനെയും BJPയും ഒരേപോലെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ CPM എത്തി നിൽക്കുന്നത്.